ഗുഡ് മോർണിംഗ്. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അതായത് എൽ സി എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇത് കൂടുതലും വരുന്നത് നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളിൽ നിന്നും ഇവിടുത്തെ ആളുകൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോഴാണ്. ഇൻ്റർനാഷണൽ ട്രേഡിനെ സംബന്ധിച്ച് വരുന്നതാണ്. കാരണം ഇപ്പോൾ പുറത്തുള്ളൊരു കമ്പനിക്കാർ ഇവിടെയുള്ള കമ്പനിക്കാരെ അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇവിടുത്തെ ആളൊരു ഇമ്പോർട്ടറും പുറത്തുള്ള ആളൊരു എക്സ്പോർട്ടറും ആയിരിക്കുമ്പോൾ അവർ തമ്മിലൊരു കണക്ഷനാണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതായത് ഈ ബയ്യർ ഇവിടെ വന്നിട്ട് ഇയാളുടെ ബാങ്കിനോട് പറയുകയാണ് എനിക്കൊരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വേണമെന്ന് പറയുമ്പോൾ ഈ ബാങ്ക് ഈ സെല്ലർക്ക് ഉള്ള ഒരു ഗ്യാരണ്ടിയാണ്. നിങ്ങൾ സാധനം ഇവിടെ സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഇവിടുന്ന് പേയ്മെൻറ്റ് കിട്ടുന്നതിന് ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇതെങ്ങനെയാണ് നടപ്പാവുന്നത് നോക്കാം. അതായത് ഇവിടുത്തെ ബയ്യർ സപ്പോസ് ചൈനയിൽ കസ്റ്റമർ ചെയ്യുന്ന സാധനം ബൈ ചെയ്യുവാണ്. അപ്പോൾ ഈ കസ്റ്റമർക്ക് ഇവർ തമ്മിൽ ഒരു ക്രെഡിറ്റ് വർത്തിനെസ് ഒന്നും വലിയ കാര്യമായിട്ട് അറിയത്തുണ്ടാവില്ല. അപ്പോൾ അവർ പറയും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറയും. അപ്പോൾ ഇവിടുത്തെ ബയ്യർ അയാളുടെ ഇവിടുത്തെ ബാങ്കിനോട് പറയുവാണ് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറയും. അപ്പോൾ ഈ ബാങ്കുകാർ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടീഷൻ എന്താ വെച്ചാൽ നിങ്ങൾ സാധനങ്ങൾ അവിടെ നിന്ന് അയച്ചോളൂ, ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ ബയ്യർക്ക് വേണ്ടി പൈസ ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് എൽ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഈ എൽ സി സെല്ലർ, അതായത് ചൈനയിലുള്ള കസ്റ്റമറുടെ ബാങ്കിലേക്ക് ഇവർ അയക്കുന്നു. ഈ കസ്റ്റമർക്ക് ഈ എൽ സി കിട്ടുമ്പോൾ കസ്റ്റമറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അത് ഷിപ്മെൻറ്റ് ചെയ്തു. ബിൽ ഓഫ് ലേഡിങ് ഷിപ്മെൻറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ റെസീറ്റാണ് ബിൽ ഓഫ് ലേഡിങ്. ഈ ബിൽ ഓഫ് ലേഡിങ്ങും കൺസേൺ ലെറ്റേഴ്സും അതിനെല്ലാം കൂടെ കൂട്ടി ഈ അയാളുടെ ബാങ്ക് ചൈനയിലുള്ള അയാളുടെ ബാങ്കിലെ ഏൽപ്പിക്കുന്നു. ആ ബാങ്കുകാർ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷനോട് കൂടി ഇന്ത്യയിലെ ഈ ബയ്യറുടെ ബാങ്കിലേക്ക് ഈ ഡോക്യുമെൻറ്റ്സ് അയക്കുന്നു. അതായത് അവിടുന്ന് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് പേയ്മെൻറ്റ് ഈ ബാങ്കിന് പേയ്മെൻറ്റ് ചെയ്യും. ഏത് എക്സ്പോർട്ടറിൻ്റെ ബാങ്കിലേക്ക് പേയ്മെൻറ്റ് ബാങ്ക് ഗ്യാരണ്ടി പറഞ്ഞ പ്രകാരം ബാങ്ക് പേയ്മെൻറ്റ് കൊടുക്കും. അതേസമയം ആ പേയ്മെൻറ്റ് ഇവിടുത്തെ ബയ്യറിൻ്റെ അവരുടെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഈ ബയ്യറിനും സെല്ലറിനും ഇടയ്ക്ക് നിൽക്കുന്നത് ബാങ്കാണ് ഈ ഡോക്യുമെൻറ്റ്സ് അങ്ങോട്ട് അയക്കുന്നു, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു, ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് ബാങ്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ശരിയാക്കുന്നു. ഇതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതായത് അയക്കുന്ന സെല്ലർക്ക് ഒരു റിസ്ക് ഇല്ല, റിസ്ക് ഒക്കെ ബാങ്കിനാണ്. അപ്പോൾ ബാങ്ക് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടി, ബിൽ ഓഫ് ലേഡിങ് അവിടുന്ന് സാധനം എക്സ്പോർട്ട് ചെയ്തു, ടേംസ് ആൻഡ് കണ്ടീഷൻ പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സെല്ലറിൻ്റെ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുന്നു. ആ ഡോക്യുമെൻറ്റ്സ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ബാങ്ക് പേയ്മെൻറ്റ് ചെയ്യും. ആ പേയ്മെൻറ്റ് എമൗണ്ട് മുഴുവൻ ഇവിടുത്തെ കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്നു. ഇതാണ് എൽ സി. ബാങ്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ബാങ്ക് ഗ്യാരണ്ടി അല്ല, ബാങ്ക് കൊടുക്കുന്ന ഒരു ലെറ്ററാണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, എൽ സി. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.